സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താണ് കേട്ടോ സന്തോഷം പറയാല്ലേ? അതെ പറയാം. നമ്മളെ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും ഇദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വീട് പാചകമാണ്. അപ്പം നമ്മൾ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചായ ഒരു വാഴയ്ക്കപ്പം കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത് ഒരു കടയിൽ കയറി കേട്ടോ. ഇതാണ് ആ കട. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ ഇടത്തോട്ട് കയറി പോകാം. നമുക്ക് കയറി പോകാമേ. പഴയ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കല്ലുപാറ. ഇതാണ് ചേട്ടൻ്റെ പഴയ വീട്. അപ്പം നമ്മൾ ഈ വീട്ടിൻ്റെ പാചകത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നോക്കിയേ വീട് നമ്മൾ അകത്ത് കയറി. അകത്ത് നമ്മൾ കയറിയിട്ടില്ല. അകത്ത് കയറി നമ്മൾ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ മുൻവശമൊക്കെ. നോക്കിയേ, ഇതാണ് കേട്ടോ വീടിൻ്റെ മുൻവശവും കാര്യങ്ങളും. അപ്പം ഞാൻ വന്നിട്ട് ഞാൻ കുറേ കസേരയൊക്കെ പറക്കിയിട്ടായിരുന്നു. ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കസേരയൊക്കെ പറക്കിയിട്ടു. ഗേറ്റ് കാര്യങ്ങൾ എന്നിനുള്ളതായിട്ടില്ല. എന്നാൽ ഇവിടെ കല്ലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായ രീതിയിലാണ് നമ്മൾ പണി ഏൽപ്പിച്ച ആ മേസ്തിരി അല്ലെ ആ കോൺട്രാക്ടർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ചേട്ടന് വളരെ സന്തുഷ്ടമാണ് കേട്ടോ. എന്നാൽ സന്തോഷകരമാണ്. നല്ല രീതിയിൽ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓർമ്മയുണ്ടോ, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈലിൻ്റെ. ഇത് നമ്മൾ ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ഒരു കടയിൽ റോയൽ എന്ന് പറയുന്നത് നമ്മൾ നെയ്യാറ്റിൻകര ഏരിയയിലോട്ടുള്ള ഒരു കട ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളെടുത്ത ടൈൽസാണ് കേട്ടോ ഇതൊക്കെ. അകത്തെല്ലാം ഈ ടൈൽസ് തന്നെയാണ്. ഇവരുടെ കടയിൽ നിന്ന് എടുത്ത ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ടൈൽസ്. വളരെ റേറ്റൊക്കെ കുറവായിരുന്നു കേട്ടോ. അന്നെടുത്ത് ഒരു മാക്സിമം ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭവനത്തിൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ സാന്നിധ്യം നൽകണമേ. ഇപ്പോൾ അവിടുത്തെ തത്വനാമത്തിൽ ഞങ്ങൾ ഈ ഭവനം പ്രതിഷ്ഠിച്ച് ഇതാ പ്രിയമക്കളുടെയും രാജാതിരാജാവായി ദൂതന്മാരുമായി ഈ ഭവനത്തിനുള്ളിൽ പ്രവേശിച്ച് ഇതിലെ ഓരോ മുറികളിലും അവിടുത്തെ പുണ്യാഹ തലകളെ ഉയർത്തുവിൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ. അവിടെ നിന്നാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നാം ഈ ഭവനം പ്രതിഷ്ഠിക്കുകയും ഇതിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ അനുഗ്രഹമായി പുതുശക്തിയും ബലവും പ്രാപിച്ച് നന്ദിയുള്ള മക്കളായി ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ ആയിരുന്നുകൊണ്ട് വിശ്രമത്തിനായി മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹമായ നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ കൃപയെപ്പോഴും ഇരിക്കണമേ. എല്ലാം തിരിഹിതത്തിനും തിരുനാമഹത്വത്തിനും കുടുംബത്തിലെ പ്രിയ മക്കളുടെ അനുഗ്രഹത്തിനും മാത്രമായി പങ്കുവച്ചിതാലും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഇപ്പം കൂടെ ഈ കത്തി പിടിക്കുന്നത് കൂടെ എടുത്ത് കൊടുക്കുകയും ഇത് മാത്രം പോരാ. നന്നായിട്ട് ലൂസായ ഐറ്റംസ് ശകലം കൂടെ എടുത്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിൽക്കണം. നിങ്ങളിവിടെ നിൽക്കുക. അവര് ഇത്ര നേരം അമ്മമ്മേനെ വേണ്ടിയിരുന്നല്ലോ. തിളച്ച് കാണാം. ദൈവമേ, വെജിറ്റബിൾ ആണ്.
കഴിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു വിടാൻ നമ്പർ സമയം കിട്ടുമ്പോ വരണേ, കുറവെടുത്ത് വരണേ, ഒരു ദിവസം സിറ്റോട്ട് കൊടുത്ത് സമയം കിട്ടുമ്പോ വരണേ. ഇതെന്തിന് ഒളിപ്പിച്ചു വെച്ചേക്കണം. എന്തിനാ വിളിച്ചത്? നമ്മൾ പാല് കാച്ചിയ നോർമൽ എടുക്കുക. ആ പാലൊക്കെ കാച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഞ്ഞി വെക്കാൻ വേണ്ടി മൺകലത്തിൽ ഇതാണ് അതിന്റെ വീട് ആദ്യം നമുക്കായിട്ട് ഇന്ന് പരിചയപ്പെടുത്തുക. അത് ഇത് ആരെ മുറിയാ? അത് ഇത് നിന്റെ മുറിയാണ്. ഇതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ടോയ്ലറ്റ്. ടോയ്ലറ്റ് ഇവിടെ നിന്ന മെയിൻ റോഡ് കാണാം. വാടേ അടുത്ത റൂം കാണിക്കാതെ. മുകളിലത്തെ രണ്ടാമത്തെ റൂം. തുറക്കാൻ പറ്റും, തുറക്കണ്ട. അതിന് ഇവിടെ ഒന്നും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അത് ചെയ്തു. മൂത്തമാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മോൾ ബസ്സാണ് കേട്ടോ. നമ്മളിതാ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഫുള്ള് സേഫ്റ്റി ആയിട്ട് കൊച്ചുങ്ങൾക്കായിട്ട് സേഫ്റ്റി ആയിട്ട് കമ്പി അടിച്ചേക്കുന്നതാണ് കേട്ടോ ടോപ്പ്. അതെ, വളരെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് പാലസിൻ്റെ ഇതിലായിട്ട് ഷെഡ് അടിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ എടുത്ത് മാറ്റും. ഇവിടെ ഇതാ കല്ലൊക്കെ പാവിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. താഴോട്ട് കഥ കിടക്കുന്നുണ്ട്. വെളിയിലുള്ള പുറത്തുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ കല്ല് അടിക്കല്ലും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നീട് റൂം കെട്ടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെ, ഒരു ടാപ്പ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ പുറവ് വെച്ചുകൊണ്ട് ഇത് പെരടം ഫുള്ള് നിറഞ്ഞാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. 5 സെൻറ്റ് ആകാണ്ട് ഉള്ളൂ ഇത് ബസ്. അപ്പോൾ അതാ മേലോട്ട് നമ്മൾ കയറാനുള്ള സ്റ്റെയറും അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ അത്രയും വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഫുള്ള് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീട് ഒരു പണി വരരുതെന്നുള്ള രീതിയിൽ ഏകദേശമുള്ള എല്ലാ പണികളും ചെയ്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ആളും ബഹളങ്ങളും എല്ലാം ഒഴിഞ്ഞ പുതിയ പാലുകാച്ച വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള ഒരു എന്താണ് സമയമാണ്. രാത്രി സമയം ഇവിടെ എങ്ങനെയായിരുന്നു അതാണ് ഈ കാണുന്നത് കേട്ടോ. ചേട്ടൻ പുതിയ ഫർണിച്ചേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നു. അതൊക്കെ റീസെറ്റ് ചെയ്തു കേട്ടോ. നമ്മളിവിടെ മേശയും കസേരയും എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. യെസ് സതുകുട്ട ഇത് എന്തിനു കളിക്കുന്നത്? ഓ, ഇന്നലത്തെ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എണീറ്റിരിക്കുന്നു. ഇന്നലെ കിടന്നപ്പോൾ ഒരു സമയമായില്ലേ വാശി. വീട് പാലൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ ക്ഷീണം
മീനുട്ടിക്ക് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അങ്ങ് അവസാനിപ്പിക്കാറ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള പരിപാടിയിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അല്ല മീനുട്ടി വറക്കം. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.